ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ. കുട്ടപ്പായി, ആ നിനക്കെന്താ ഒരു തെളിച്ചമില്ലാത്തത്? ഒട്ടും ഉത്സാഹമില്ലാത്തതുപോലെ. ഓ ഒന്നുമില്ല പ്രകാശേട്ടാ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അനുചേച്ചിക്ക് എന്ത് തോന്നുന്നു? നീ അത്ര നോർമലല്ല കുട്ടപ്പായി. പറയുന്നതിലും ചെയ്യുന്നതിലും എല്ലാം ഒരു ഏച്ചുകെട്ടൽ. അതെ, നീ എന്തായി ചെയ്യുന്നത്? ഏ എടാ, സഹകരണ ബാങ്കിൻ്റെ ഫയലുകൾ അവിടെയാണോ വെക്കുന്നത്? ഉശ്ശോ. നീ എത്ര നാളായി ചെയ്യുന്നതാണ്? സോറി ഏട്ടാ, അതങ്ങനെ അങ്ങ് പറ്റിപ്പോയി. അയ്യോ, കത്രീന ചേട്ടത്തി പച്ചക്കറി എടുത്തുകൊണ്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു. ഓ, അത് മറന്നു. കൊള്ളാം. ഇപ്പൊ മനസ്സിലായല്ലോ, നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്. ഒന്നിലും നിന്റെ മനസ്സുറയ്ക്കുന്നില്ല. തുറന്നു പറഞ്ഞോ വേഗം, എന്താ നിന്റെ പ്രശ്നം? ഓ, അവൻ്റെ മാമൻ കൗണ്ടർ മധുരയ്ക്ക് പോയല്ലോ, അതായിരിക്കും അമ്മാവനെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ ദുഃഖം. ഓ പിന്നെ ഞങ്ങളെപ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒരുമിച്ചല്ലേ. മാമൻ പോയാലുടനെ സങ്കടം വരാൻ. അതൊന്നുമല്ല പ്രകാശേട്ടാ, മറ്റെന്തോ പ്രശ്നമാണ്. മനസ്സിലിട്ട് നീറ്റാതെ പറ കുട്ടപ്പായി, ഞങ്ങളല്ലേ ഇവിടെ ഉള്ളൂ. പിന്നെ നീ പറഞ്ഞില്ലെങ്കിലും ഞാനതറിയും. എൻ്റെ അടുത്തെത്താതെ പ്രശ്നം തീരില്ലല്ലോ. ഞാൻ പറയാം, പക്ഷേ നിങ്ങൾ രണ്ടാളും അത് സോൾവ് ചെയ്യാനേ ശ്രമിക്കാവൂ. കൂടുതൽ കുളമാക്കരുത്. നിനക്കത്ര വിശ്വാസമില്ലേ ഞങ്ങളെ? നീ ധൈര്യമായി പറഞ്ഞോളൂ. ഞാൻ സീരിയസ് ആയി പറയുന്നു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അതെ, ഗംഗാരേട്ടൻ എന്നോട് മിണ്ടുന്നില്ല. കായികമേളയിൽ സാമ്പത്തിക ക്രമക്കേടുണ്ടെന്ന് ഒരാൾ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാരാണെന്ന് ഞാൻ പറഞ്ഞില്ല. അതായിരിക്കും കാര്യം. അതിന് പിണങ്ങണം. അതിൽ ഗംഗാരേട്ടൻ പറയുന്നതല്ലേ ന്യായം. നിനക്ക് ഗംഗാരേട്ടനോടല്ലേ കൂടുതലടുപ്പം. അപ്പം ആളാരാണെന്ന് പറയണം. ആളെ അറിഞ്ഞാലല്ലേ പരാതി കഴമ്പുള്ളതാണോ വ്യക്തിവൈരാഗ്യം കൊണ്ടാണോ എന്നൊക്കെ അറിയാൻ പറ്റൂ. ചേട്ടാ, ഇതേപോലുള്ള കാര്യങ്ങളിൽ ഒരന്തർദേശീയ കീഴ്വഴക്കമുണ്ട്. എത്ര ആത്മാർത്ഥ സ്നേഹിതനെക്കുറിച്ചാണെങ്കിലും പരദൂഷണം പറഞ്ഞയാൾ സംരക്ഷിക്കപ്പെടണം. അതാണല്ലോ വേണ്ടത്. അതെ അതെ, എൻ്റെ കുറേ കൂട്ടുകാരുമുണ്ട് സോഴ്സ് വെളിപ്പെടുത്താതെ നമ്മളെ വേദനിപ്പിക്കുന്നവർ. നിനക്കിത് വേണം. ഞാൻ ഗംഗാരേട്ടൻ്റെ കൂടെയാ. എത്രയും വേഗം ആളുടെ പേര് പറഞ്ഞോ, അതാ നിനക്ക് നല്ലത്. ഫാദറെ, ഞാനും ഫാദറുമായി പരിചയപ്പെട്ടിട്ട് എത്ര കാലമായി കാണും? എന്താ ഗംഗാധര ഒരു കണക്കെടുപ്പ്? കുറേ വർഷങ്ങളായി. ഗംഗാധരനെ വളരെ പണ്ടേ അറിയാമെന്നാണ് എൻ്റെ തോന്നൽ. ഒരു വ്യക്തി എന്ന നിലയിൽ ഫാദറിന് എന്നെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഇന്നിപ്പോൾ കടുത്ത ചോദ്യങ്ങളുമായിട്ടാണല്ലോ ഗംഗാധരൻ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഒരു സന്ദർഭം വന്നതുകൊണ്ട് ചോദിക്കുക ഫാദർ. ഫാദർ കള്ളം പറയില്ല എന്നറിയാം. ഒരാളെ വിലയിരുത്തുക എന്നൊക്കെ പറയുന്നത് ലേശം പ്രയാസമാണ്. പലപ്പോഴും അതിനൊരു സന്ദർഭം വരുമ്പോഴാണ് അത് ആലോചിക്കുന്നത് തന്നെ. ഇപ്പോൾ അങ്ങനൊരു സന്ദർഭമാണ് ഫാദർ. എനിക്കറിയണം നിങ്ങളൊക്കെ എന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന്. ഗംഗാധരൻ എന്തുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നു എന്നറിയില്ല. എങ്കിലും പറയാം. ഞാനിവിടെ വരുമ്പോൾ ഗംഗാധരൻ നന്നായി മദ്യപിച്ചിരുന്നു, പ്രശ്നങ്ങളിൽ പെട്ടിരുന്നു. ഈയിടെ വലിയൊരു മാറ്റം കാണുന്നു. പണ്ടത്തെ ആളേ അല്ല ഗംഗാധരൻ ഇപ്പോൾ. ഞാനൊരു വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഫാദറിന് തോന്നിയിട്ടുണ്ടോ എന്നാണ്. ഒരിക്കലുമില്ല. എല്ലാ കാലത്തും അങ്ങേയറ്റം വിശ്വസ്തയോടെ പെരുമാറുന്ന ആളാണ് ഗംഗാധരൻ. എന്താ ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ? ചിലപ്പോൾ നമ്മൾ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു എന്ന തോന്നലുണ്ടാവും. എല്ലാവരും നമ്മളെ അവിശ്വസിക്കുന്നു എന്നും തോന്നും. കായികമേളയുടെ പ്രശ്നമാണോ ഗംഗാധരൻ പറയുന്നത്? അതൊരു വ്യാജക്കത്തല്ലേ, ആരോ മനഃപൂർവ്വം ചെയ്തത്. ശരിയായ പരാതി വരട്ടെ, അപ്പം നോക്കിയാൽ പോരെ. കുട്ടപ്പായി എനിക്കെൻ്റെ കൂടപ്പിറപ്പാണ് ഫാദർ. അവനറിയാം ഇതിൻ്റെ ഉറവിടം. അവൻ ആർക്കു വേണ്ടി അത് ഒളിക്കുന്നു. വല്ലാത്ത വേദനയായിപ്പോയി. ഒരുപക്ഷേ കുട്ടപ്പായെ കരുതുന്നത് അങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തി ഒരു സംഘർഷമുണ്ടാക്കണ്ട എന്നാവും.
എന്ത് സംഘർഷം ഫാദർ! എൻ്റെ നേരെ ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ അവിടെ വച്ച് പ്രതികരിക്കുമായിരുന്നു അവൻ. അവൻ്റെ കാര്യത്തിൽ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ അവനിൽ വലിയ മാറ്റം കാണുന്നു. മാറ്റം സ്വാഭാവികമാണ്, അല്ലേ ഫാദർ? അങ്ങനെയൊക്കെ ചിന്തിച്ച് കാട് കയറുകയാണോ ഗംഗാധര? നിജസ്ഥിതി പുറത്തു വരും. നമ്മൾ ഒരുമിച്ചതിനെ നേരിടും. ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രസ്താവന പോലെ തോന്നും ഫാദർ. പണിക്കര് സാറ് ചേർത്ത് പിടിച്ചില്ലെങ്കിൽ ഗംഗാധരൻ വലിയ സാമൂഹ്യ വിരുദ്ധനായേനെ. ഒറ്റപ്പെടുത്തലും അവഗണനയും ഒന്നും പുതുമയല്ല. ആ ശരി ഫാദർ, ഞാനിന്ന് പോയിട്ട് വരാം. ബേബി ചേച്ചി സമാധാനപ്പെട്. എല്ലാം കൃത്യമായി രേഖകളോടെ ചെയ്തതല്ലേ? ഞാനും കമ്മിറ്റിയിലുണ്ട്. എന്നാലും അനു, എന്നെ തന്നെ ലക്ഷ്യം വെച്ച് ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? ചേച്ചിയെ ലക്ഷ്യം വെച്ചെന്ന് പറയാമോ? ഇത്രയും വലിയൊരു മേള കാര്യക്ഷമമായി നടത്തിയതിന്റെ ചെറിയൊരു ചൊറിച്ചിലുമാവാം. അല്ല അനു, സ്കൂളിൽ ആ കുട്ടിയെക്കുറിച്ച് പരാതി ഒടിപ്പിച്ചു. പ്രകാശിന്റെ ഇടപെടലില്ലെങ്കിൽ അന്ന് എന്റെ കാര്യം തീർന്നേനെ. ഇക്കാര്യത്തിൽ ഞങ്ങൾ ഒപ്പം കാണുമല്ലോ. ഗംഗാരേട്ടനും കാര്യമായി നിൽക്കുമല്ലേ? ഹാ, അതാണൊരാശ്വാസം. ഗംഗാരേട്ടൻ എന്റെ കൂടെ നിൽക്കുന്നുണ്ട്. കുട്ടപ്പായി എന്തോ കാലുവാരി എന്നൊക്കെ പറയുന്നുണ്ട്. അതവര് തമ്മി തീർക്കട്ടെ. ആ, ചേച്ചിയുടെ കാര്യത്തിൽ ഫാദറും പ്രകാശേട്ടനും ഇടപെടും. ഒരാളെ ചീത്തയാക്കണമെന്ന് കുറച്ചുപേർ വിചാരിച്ചാൽ നടക്കുവനു. ആ, ഞാനതിൻ്റെ ഇരയാണ്. എവിടെയും നേരെന്നൊന്നുണ്ട്. അത് കണ്ടെത്തപ്പെടും. ചിലപ്പോ വൈകും, ചിലപ്പോ ഉടനെയാകും. എന്തായാലും ചേച്ചി സമാധാനിക്കേ. ആ, നമുക്ക് വേറെന്തൊക്കെ ചെയ്യാനുണ്ട്. വാ ചേച്ചി, ആ, നമുക്ക് ലൈബ്രറിയിൽ പോവാം. ശരി അനു. ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ. രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ PA ബിജു, സന്തോഷ് തിരുമല, സന്ദീപ് സുരേഷ്, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.